ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ ആവാട്ടോ. ഇത് ഇന്നത്തെ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ അങ്ങനെ അധികം കമൻസ് ഒന്നും വരാറില്ല, പക്ഷെ വരുന്ന കമൻസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ലോങ് വീഡിയോ വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ രാവിലത്തെ കുറച്ച് സമയം, കുറച്ച് ജോലികൾ, കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കുടിക്കാനുള്ള വെള്ളം വെക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരിക്കും ലച്ചുകൂട്ടൻ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ രാവിലെ വെള്ളം കുടിക്കാൻ വെച്ചു, ചായക്കും കൂടി വെള്ളം വെച്ചിട്ട് ഞാൻ ആദ്യം ബ്രഷ് ചെയ്യാം കേട്ടോ. ബ്രഷ് ചെയ്തൊന്ന് ഫ്രഷായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചായയല്ല കാപ്പി റെഡിയാവും. അപ്പോൾ ഞാൻ കാപ്പിയിൽ ശർക്കരയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ കാപ്പി കൂടിയൊക്കെ ഒരിടയ്ക്ക് നിർത്തിയതായിരുന്നു, കാപ്പി കുടിക്കില്ല, പകരം ഡീടോക്സ് വാട്ടറൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഒരു ഉഷാറ് കിട്ടണമെങ്കിൽ എനിക്ക് കാപ്പി തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പത്തിൻ്റെ കൂടെ ഗ്രീൻ ബീൻസ് കറിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ച ഗ്രീൻ ബീൻസ് എടുത്തിട്ട് ഞാൻ കുക്കറിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കാപ്പി കുടിക്കാം. അപ്പോൾ ഇന്നലത്തെ പാത്രം എന്ന് പറഞ്ഞാൽ ചോറ് വെച്ച പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ. അതും പിന്നെ നമ്മൾ ആ ചായ വെച്ച പാത്രമൊക്കെ ഉള്ളതൊന്ന് കഴുകി മാറ്റിയേക്കാം. അത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ സിങ്ക് നിറയും. അപ്പോൾ അതങ്ങോട്ട് കഴുകി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ സെറ്റാണ്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് വീർത്തോ എന്ന് ചോദിച്ചാൽ വീർത്തില്ലേ എന്ന് ചോദിച്ചാൽ വീർത്തില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കണത്. പക്ഷേ എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പം നമുക്ക് കിട്ടിയായിരുന്നു. ഞാൻ കുറച്ച് കടുക് പാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നൊന്നും ചോദിക്കരുത്, എനിക്ക് ആ ഒരു ചെടിച്ചട്ടി വെറുതെ ഇരിക്കണ കണ്ടപ്പോൾ അതിൽ കടുക് പാകാൻ തോന്നി, അങ്ങനെ പാകിയതാട്ടോ. അപ്പോൾ അതൊന്ന് നനച്ചു കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ ബീൻസ് വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വിസിൽ കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 വിസിലും കൂടി അടുപ്പിക്കും. അപ്പോൾ അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ രാവിലെ സമയം ഇന്ന് ലച്ചു രാവിലെ നേരത്തെ എഴുന്നേറ്റ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം പുള്ളിക്കാരത്തി ഒരാഴ്ചയായിട്ട് ക്ലാസ്സിൽ പോകാത്ത കാരണം കുറച്ചധികം നോട്ട്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എഴുതാൻ വേണ്ടിയിട്ട് ആൾ നേരത്തെ എഴുന്നേൽപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൂടി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരു 6-6:30 ആയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിനെയും കൂടി ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെച്ച് ആ തക്കാളിയും സവാളയും ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച്, അപ്പോൾ നമ്മുടെ കത്തിയും കൂടി ഒന്ന് മൂർച്ച വെപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി അരിയുമ്പോഴാണ് നമ്മുടെ കത്തിക്ക് എന്തുമാത്രം മൂർച്ച പോയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാവുക കേട്ടോ. അപ്പോൾ മൂർച്ചയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് അരിയാൻ പറ്റുന്നുണ്ട്. പോളിഗാർഡിൻ്റെ കത്തി കേട്ടോ, കുറച്ചധികം നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല കത്തിയാണ്. അപ്പോൾ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ മാവിൽ ഉപ്പൊക്കെ ഇട്ട് അത് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നെച്ചുകൂട്ട് എഴുന്നേറ്റ് വന്ന് കുറച്ച് സമയം ആളുടെ കാട്ടായങ്ങളും കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പല്ലൊക്കെ തേപ്പിച്ചിരുത്താൻ. അപ്പോൾ എഴുതാനുള്ളത് കൊണ്ട് എന്തോ പുള്ളിക്കാരത്തി തന്നെത്താനെ പോയി എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ പല്ല് തേപ്പിക്കാൻ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറേ കോപ്രായങ്ങളും കാട്ടായങ്ങളും കണ്ട അവസാനം ഞാൻ വഴക്ക് പറയുമ്പോഴാണ് പുള്ളിക്കാരത്തി പല്ല് തേക്കുക. അപ്പോൾ അതുപോലെ വേഗം എന്ന് പല്ലൊക്കെ തേച്ച് ആൾ ഫ്രഷായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയോ കുണുന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ആദ്യത്തെ വെള്ളയപ്പം എപ്പോഴും ഫ്ലോപ്പ് ആവാറാണ് പതിവ്, പക്ഷേ രണ്ടാമത്തെ വെള്ളയപ്പം തുടങ്ങി എൻ്റെ അടിപൊളിയാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളയപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നേരമുള്ള ദിവസങ്ങളിൽ ഞാൻ വെള്ളയപ്പം പൂ പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് വേഗം ചുറ്റിച്ച് വെള്ളയപ്പം റെഡിയാക്കാം കേട്ടോ. പക്ഷേ മാവ് അധികം പൊന്തി വന്നില്ല എങ്കിലും വെള്ളയപ്പം നല്ല സോഫ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായി പോകുമെന്ന് കരുതിയെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ആ വെള്ളയപ്പം റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ ഗ്രീൻ ബീൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ തീർന്നത്, കുരുമുളക് പൊടി, മുളക് പൊടി അതൊക്കെ തീർന്നത് നമുക്കൊന്ന് റീഫിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചെറിയ പാക്കറ്റേ മേടിക്കുള്ളൂ. എനിക്ക് ഇരുന്ന് ചീത്തായി പോകുന്ന അല്ലെങ്കിൽ പൂത്ത് പോകുന്ന എനിക്കിഷ്ടമല്ല. അപ്പോൾ പെട്ടെന്ന് തീരുന്ന രീതിയിൽ ചെറിയ പാക്കറ്റ്സാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ നമ്മൾ സാധാരണ ഗ്രീൻ ബീൻസ് വളർത്തുന്ന പോലെ മസാലകളെല്ലാം ഇട്ടിട്ട് അതങ്ങോട്ട് റെഡിയാക്കി മൂപ്പിക്കുക. അപ്പോൾ നെച്ചുവിൻ്റെ ടിഫിനിൽ നമ്മളിന്ന് ചീസ് ബോളാണ് വെച്ച് കൊടുത്തേക്കണേ. അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൽ വെള്ളയപ്പോട്ട വെച്ചേക്കണത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ പുള്ളിക്കാരത്തേക്ക് ടിഫിനിലും അത് തന്നെ മതി. പുട്ടൊന്നും ഞാൻ അങ്ങനെ അധികം കൊടുക്കാറില്ല, പക്ഷേ ആൾക്ക് അതും ഇഷ്ടമാണ്.
അപ്പോൾ അവളുടെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഗ്രീൻ ബീൻസും കൂടി അതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് കുറച്ച് സമയം സിമ്മിലിട്ടിട്ട് അതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഗ്രീൻ ബീൻസും ഗ്രേവിയും ഒക്കെ തമ്മിലൊരു ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും വെള്ളയപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞു. ബാക്കി വന്ന മാവ് ഞാൻ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂട് വെള്ളയപ്പവും അതുപോലെ തന്നെ ഗ്രീൻ ബീൻസ് കറിയും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് മുട്ടയും കൂടി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് മുട്ട പുഴുങ്ങുന്നത്. ഏറ്റവും ഈസി ആയിട്ട് മുട്ട അടിപൊളിയായിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അടപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ മുട്ട പൊട്ടി പോവില്ല. ഉപ്പിടുന്നത് എനിക്കിഷ്ടമല്ല, കാരണം പാത്രത്തിൻ്റെ കളർ പോവും. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടാറില്ല കേട്ടോ. ഈ രീതിയിലാണ് ഞാൻ ചെയ്യാറ്. ഇനി ഇത് കഴിഞ്ഞ് നമ്മളിത് അവളുടെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചു. ഞാൻ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടു. അപ്പോഴത്തേക്കും ഗ്രീൻ ബീൻസ് അവിടെ ഇരുന്നിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ച് ആ ചാറൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കുറുക്കി കളയണ്ട, കാരണം നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന പാത്രങ്ങളും കൂടി കഴുകി നമ്മൾ ആ തിണ്ണ തുടയ്ക്കുന്ന തുണിയും കൂടി ഒന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിലത്തെ രാവിലത്തെ എൻ്റെ ഒരു വിധപ്പെട്ട പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട വിസിലടിച്ചിട്ടുണ്ട്. വിസിൽ ഫുള്ള് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതെടുത്തിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ എഗ്ഗ് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു പാൽ ചായയും കൂടി ഇടാം. ഞാനിവിടെ മസാല ചായയാണ് ഉണ്ടാക്കാറ്. ഇഞ്ചി, ഏലക്ക, കറുവപ്പട്ട, പൂവ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചായപ്പൊടി പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചായ. അപ്പോൾ നെച്ചിക്കുട്ടനുള്ള മുട്ട ഞാൻ ആ ഗ്രീൻ ബീൻസ് കറിയിലോട്ട് തന്നെ വെച്ച് കൊടുത്തു. അതാകുമ്പോൾ ആ ചാറിൽ ഒന്ന് കൂടി പെരണ്ട് വരുമ്പോൾ നെച്ചു അത് അങ്ങോട്ട് കഴിച്ചോളും. അപ്പോൾ ചായയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ റെഡിയാണ്. അപ്പോൾ വെള്ളയപ്പം, മുട്ട പുഴുങ്ങിയത്, ഗ്രീൻ ബീൻസ് കറി, അതുപോലെ തന്നെ നല്ല അടിപൊളി മസാല ടീയും കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ പണികളൊക്കെ ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.